ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതിൽ നമ്മൾ എംബ്രോയ്ഡറി സ്റ്റിച്ചിങ്ങിനെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കി. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് കടക്കാം. ആദ്യം നമ്മൾ സൂചിയിൽ നൂല് കോർത്തെടുക്കണം. ഇവിടെ നൂല് ഞാൻ ഫുള്ളായി തന്നെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എത്ര നീളമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മുറിച്ചെടുക്കണം. ഇവിടെ ഒരു ത്രെഡ് കട്ടർ വെച്ചാണ് ഞാൻ മുറിച്ചെടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡ് ഭാഗത്ത് ഒരു കെട്ട് ഇട്ട് കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ കെട്ടിട്ട് കൊടുക്കണം. ഇതുപോലെ നല്ല രീതിയിൽ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് അപ്പോൾ നമ്മൾ ഇന്ന് 4 സ്റ്റിച്ചസാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വരുന്നത് റണ്ണിങ് സ്റ്റിച്ച്, പിന്നെ വരുന്നത് ഡബിൾ റണ്ണിങ് സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച്. അങ്ങനെ 4 സ്റ്റിച്ചസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിലോട്ട് പോകാം. ആദ്യത്തെ സ്റ്റിച്ച് എന്ന് പറയുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ് വരുന്നത്. ഇതുപോലെ നമുക്ക് തുണിയുടെ അടിവശത്ത് നിന്ന് മുകളിലേക്ക് സൂചി കുത്തിയെടുക്കണം. ഇതിപ്പോൾ എൻ്റെ നൂല് നല്ല ലെങ്തി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് ഇങ്ങനെ കുത്തിയെടുത്തതിന് ശേഷം ഒരേ വലുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണം. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ച് നോക്കാം. രണ്ടാമത്തെ സ്റ്റിച്ച് വരുന്നത് ഡബിൾ റണ്ണിങ് സ്റ്റിച്ചാണ്. ഇത് നമുക്ക് ആദ്യം ചെയ്തതുപോലെ സൂചി മുകളിലോട്ടെടുത്ത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ശേഷം വേറൊരു കളർ നൂല് സൂചിയിൽ കോർത്തെടുക്കുക. ഇങ്ങനെ നൂല് കോർത്തതിന് ശേഷം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. ഇതുപോലെ സൂചി മുകളിലോട്ടെടുത്ത് അടുത്ത സ്റ്റിച്ചിൻ്റെ എൻഡിൽ കുത്തിയിറക്കുക. അതുപോലെ എല്ലാ സ്റ്റിച്ചും ചെയ്തെടുക്കുക. ഇനി മൂന്നാമത്തെ സ്റ്റിച്ച് വരുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. ഇത് നമുക്ക് ആദ്യം ചെയ്തതുപോലെ സൂചി മുകളിലോട്ട് കുത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ കുത്തിയെടുക്കുക. ഇത് കുത്തിയെടുത്തതിന് ശേഷം ബാക്കിലോട്ട് കുത്തിയിറക്കുക. ഇങ്ങനെ കുത്തിയിറക്കിയ ശേഷം കുറച്ച് ഗ്യാപ്പ് വിട്ട് വീണ്ടും നമ്മൾ മുകളിലോട്ട് കുത്തിയെടുത്ത് മറ്റേ സ്റ്റിച്ചിൻ്റെ എൻഡിലോട്ട് കുത്തിയിറക്കണം. ഇതുപോലെ എൻഡിലോട്ട് കുത്തിയിറക്കി അടിയിലോട്ട് വലിച്ചെടുക്കുക. ഇങ്ങനെ നമ്മൾ ഈ ഒരു ലൈന് മുഴുവനും ഫില്ല് ചെയ്ത് വരണം. നമുക്കിനി അടുത്ത സ്റ്റിച്ച് നോക്കാം. അടുത്തത് വരുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. ഇതുപോലെ സൂചി നമ്മൾ അടിയിൽ നിന്നും മുകളിലേക്ക് കുത്തിയെടുത്ത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത പോലെ ഇതുപോലെ
കുത്തിയെടുത്ത് ഇതുപോലെ കുത്തിയെടുക്കണം. ഇങ്ങനെ കുത്തിയെടുത്ത് നമ്മൾ നൂല് മുകളിലോട്ടാക്കി വലിച്ചെടുക്കുക. ഇനി നമ്മൾ മറ്റേ കൈ ഉപയോഗിച്ച് തള്ളവിരൽ ഉപയോഗിച്ച് നമ്മൾ ആ നൂല് പ്രസ് ചെയ്ത് വെച്ച് സൂചി കുറച്ച് ഗ്യാപ്പ് വിട്ട് കുത്തി മറ്റേ സ്റ്റിച്ചിൻ്റെ എൻഡ് ഭാഗത്തേക്ക് കുത്തിയെടുക്കുക. അങ്ങനെ ഈ ലൈന് ഫുള്ളായി നമ്മൾ ചെയ്തെടുക്കണം.